ഞങ്ങളിനി നിഴലിൽ നിന്നും മാറി നിൽക്കാനില്ലെന്നും ശക്തമായ ഒരു തിരിച്ചുവരവിലൂടെ രാജ്യത്ത് ഭരണം പിടിച്ചെടുക്കാൻ ആവശ്യമുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറാണ് എന്നും കോൺഗ്രസ് ഉറക്കെ പ്രഖ്യാപിച്ചു. 2025 കോൺഗ്രസ് പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ അടിമുടി മാറ്റത്തിന്റെ നൂതന ആശയമാണ് കോൺഗ്രസ് നടപ്പിലാക്കുന്നത്. 2 ദിവസമായി അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനം ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കി കഴിഞ്ഞു. സംഘടനാ ഘടന മാറ്റി താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള നീക്കമാണ് ഇത്. ജില്ലാ കമ്മിറ്റികളെ ശാക്തീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര തലത്തിൽ തന്നെ നിരന്തരമായി വീക്ഷിക്കുകയും സമയബന്ധിതമായി വീഴ്ചകളുള്ള എല്ലാ കമ്മിറ്റികളെയും പുനഃസംഘടിപ്പിക്കുകയുമാണ് AICCയുടെ പുതിയ പദ്ധതികളിലുള്ള പ്രധാന ഊന്നൽ. ഇതോടൊപ്പം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ തക്കതായ പ്രാതിനിധ്യം നൽകുവാനും AICC തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ പടി എന്ന നിലയിൽ ഗുജറാത്തിൽ നിന്നായിരിക്കും പുനഃസംഘടന ആരംഭിക്കുക. ഇത് ക്രമേണ ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കുകയും ചെയ്യും. മഹാത്മജി AICC പ്രസിഡന്റായി 100 കൊല്ലം തികഞ്ഞ സാഹചര്യത്തിലാണ് അഹമ്മദാബാദിൽ ഈ യോഗങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. 30 കൊല്ലമായി ഭരണതലത്തിൽ നിന്നും ഗുജറാത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് മിന്നുന്ന വിജയം നേടാനാണ് ഇപ്പോഴുള്ള ചർച്ചകൾ നടക്കുന്നത്. 2 വർഷം മുമ്പ് നടന്ന ചിന്താശിബിരത്തിൽ എടുത്ത തീരുമാനങ്ങൾ പലതും കഴിഞ്ഞ കൊല്ലം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിച്ചിട്ടില്ല. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനങ്ങൾ. താഴെത്തട്ടിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുക വഴി തങ്ങളിൽ നിന്നും അകന്നുപോയ വിഭാഗങ്ങളെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനാണ് പാർട്ടിയുടെ ഉന്നത സമിതി ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ആകെ ആഞ്ഞടിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ വൻ മാറ്റത്തിന് വഴി തെളിക്കുകയാണ്. കോൺഗ്രസിന് അഭൂതപൂർവമായ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ലക്ഷ്യങ്ങൾ നിർജീവമായി പോകുന്നു എന്ന് തോന്നിയ നിമിഷത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മാന്ത്രിക നീക്കമായിരുന്നു ഭാരത് ജോഡോ യാത്ര. ഏകദേശം 135 ദിവസം റോഡിലൂടെ സഞ്ചരിച്ച ഭാരതം ഇളക്കിയ ഈ യാത്ര മഹാത്മാഗാന്ധിയുടെ ചരമവാർഷികത്തിൽ കാശ്മീരിലെ ശ്രീനഗറിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് 2023 അവസാനിച്ചു. തെക്ക് നിന്ന് വടക്ക് വരെയുള്ള യാത്ര തകർന്ന കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാൻ ഒരു നേതാവ് നടത്തിയ ശ്രമകരമായ പ്രയാണത്തിന്റെ ഉചിതമായ പര്യവസാനമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹിന്ദു ആധിപത്യത്തിലൂന്നിയ ചിന്താധാരയെ തകർത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചു നിന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് എടുത്തു കാണിക്കുക എന്നതായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യം. ജനസ്വാധീനത്തിൽ ക്രമാനുഗമമായ ഇടിവ് നേരിടുകയും ആ കാലഘട്ടത്തിൽ രാജ്യത്തുടനീളമുള്ള പൗര സമൂഹവുമായി ഇടപഴകുന്ന കോൺഗ്രസിന്റെ പിന്തുടർച്ചാവകാശിയുടെ ഇന്ത്യയുടെ ബൃഹത്തായ പാരമ്പര്യം പേറുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ നൽകി. സെപ്റ്റംബർ 7 തുടങ്ങിയ യാത്ര 5 മാസം നീണ്ട് 3571 കിലോമീറ്റർ 15 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുകയായിരുന്നു. BJPയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് പിടയുന്ന ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞു കോൺഗ്രസ്. ചിതറിത്തെറിച്ച മതേതര മൂല്യങ്ങളിൽ വമിക്കുന്ന ദുർഗന്ധത്തെ തുടച്ചു നീക്കി ഇന്ത്യയുടെ ആഴത്തിലുള്ള മുറിവുകളിൽ സുഗന്ധലേപനങ്ങൾ പുരട്ടി സ്വാന്തനങ്ങൾ കൊണ്ട് തഴുകി ഉണർത്തിയപ്പോൾ ഐക്യഭാരതത്തിന്റെ നെഞ്ചിടിപ്പ് കേട്ടു ഇന്ത്യയുടെ ആത്മാവായ മതേതരത്വം. ഈ യാത്രയിൽ ഉടനീളം നിലവിളിക്കുന്ന ജനാധിപത്യത്തിന്റെ രോദനം രാഹുൽ ഒപ്പിയെടുക്കുകയായിരുന്നു. ഇതുതന്നെയായിരുന്നു യാത്ര കൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്. യാത്രയിൽ ഉടനീളം കണ്ട ജനബാഹുല്യം കണ്ട് ഭരണകൂടം തെല്ലൊന്നുമല്ല അമ്പരന്നത്. യാത്ര നയിച്ച രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ച് ഈ യാത്രയെ ശിഥിലീകരിക്കാൻ ഭരണകൂടം നടത്തിയ നീതിരഹിത ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേട്ടമായി എടുത്തു കാണുന്നത്. അവിടെ നിന്നും പടിപടിയായി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ പിന്നീട് ഇന്ത്യയുടെ ആത്മാവായ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമങ്ങളിലേക്ക് വിന്യസിപ്പിക്കാൻ AICC നേതൃത്വ പദ്ധതികൾക്ക് പ്ലാനുകൾ തയ്യാറാക്കപ്പെടുകയായിരുന്നു. കോൺഗ്രസിൽ അധികാര വികേന്ദ്രീകരണത്തിലൂടെ മണ്ഡലതലത്തിൽ അധികാരങ്ങൾ വീതിച്ചു നൽകുക എന്ന ലക്ഷ്യത്തിലൂന്നി കർശനമായ നിർദ്ദേശങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഊർജവും ആർജവവും നൽകാൻ കഴിഞ്ഞു കോൺഗ്രസിന്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെയും പാർലമെന്റിലെ പ്രതികരണങ്ങളിലൂടെ സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്ത്
ശക്തമായ ഒരു നേതൃത്വം കോൺഗ്രസിന് ഉണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു. മണിപ്പൂരിൽ BJP സൃഷ്ടിച്ച വർഗീയ ലഹളയുടെ അനിശ്ചിതത്വം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അത് ഉയർത്തിക്കാട്ടിയും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, ഭരണഘടന ഉയർത്തിക്കാട്ടിയുള്ള പോരാട്ടങ്ങൾ, വഖഫ് ബിൽ തുടങ്ങി രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്ന BJPയുടെ എല്ലാ നീക്കങ്ങളെയും ശക്തമായി എതിർക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നതും കോൺഗ്രസിൻ്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കോൺഗ്രസ് പുനഃസംഘടനയുടെ ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നതുകൂടിയാണ്. അതിനായി കോൺഗ്രസ് മെനയുന്ന തന്ത്രങ്ങൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. ഐതിഹാസികമായ കോൺഗ്രസിൻ്റെ ഈ നീക്കങ്ങൾ നാളെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിനൂതന വ്യതിചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.